guys, welcome back to my channel. ഇന്ന് ഗ്രാനി 2 ആണ് കളിക്കാൻ പോകുന്നത്. ഇന്ന് രണ്ടുപേരെയും വെച്ചിട്ടാണ് കളിക്കാൻ പോകുന്നത്. ഗ്രാനി 2ൽ ബോത്ത് വെച്ചിട്ടാണ് കളിക്കാൻ പോകുന്നത്. ഗ്രാൻഡ് പെൻ വെച്ച് കളിക്കാൻ നടന്നിരുന്നു. തൽക്കാലത്തേക്ക് രണ്ടുപേരെ വെച്ച് കളിച്ചു നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. പിന്നെ ഹൊറർ ഗെയിം കമന്റ് ഇട്ടാൽ കളിക്കുന്നതായിരിക്കും. എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല. ശ്രമിച്ചു നോക്കാം. ഡേ 1 എണീറ്റിട്ടുണ്ട്. ഓക്കെ, ഇനി ശബ്ദം ഉണ്ടാക്കി അപ്പൂപ്പനെ അമ്മൂമ്മേനെ വിളിക്കുക. അപ്പം അവർ വരും. അവർ വരണ സമയത്ത് നമുക്ക് മുകളിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഹാൻഡ് വീലിന് ഞാൻ വീൽ ക്രാങ്ക് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സോറി. തള്ളയും അപ്പൂപ്പനും പോയിട്ടുണ്ട്. ടാറ്റാ ഗേനീസ്. അപ്പൂപ്പ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഡക്ട് ടേപ്പ് ഇരിപ്പുണ്ട്. ഇട്ടിട്ടുണ്ട്. നമുക്ക് ഓടി ഇവിടെ നിന്ന് ഗണ്ണ് കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു. ഹെലികോപ്റ്റർ മാനുവൽ ആവശ്യമില്ല. പിന്നെ ഇനി രണ്ടുപേരുള്ളതാണ് നോക്കി കണ്ടൊക്കെ കളിക്കണം. ഇതിൽ അപ്പൂപ്പനും കൂടി ഉള്ളതുകൊണ്ട് സീനാണ്. വെപ്പൺ കീ എങ്ങനെയെങ്കിലും എടുക്കണം. ഒരു ക്ലോർ ബാർ ഇവർ ഇടിപ്പുണ്ട്. അപ്പൂപ്പൻ വരണം നോക്കാം. ഓക്കെ, ക്രോർ ബാർ എടുക്കാം. ഫസ്റ്റ് നമുക്ക് ഫ്രഞ്ച് കിട്ടി. സെക്കൻഡ് ക്രോർ ബാർ. രണ്ടുപേരും ഇങ്ങോട്ട് വരും. ഇവിടെ ഇല്ലല്ലോ അല്ലേ? അയ്യോ അയ്യോ അയ്യോ, തള്ള ഇവിടെ വന്നു. അവിടെ നിൽക്കാം. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാനാണ് ഗ്രാനിയുടെ ആവശ്യം. അപ്പൂപ്പ അങ്ങോട്ട് പോയി. അപ്പൂപ്പ എവിടെ അപ്പൂപ്പ പോയാ? അപ്പൂപ്പൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഗ്രാനി അവിടെ നിൽക്കൊണ്ട്. ഈ ഗ്യാപ്പിൽ നമ്മൾ ഓക്കെ പാഡ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. പാഡ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. തള്ള അവിടെ നിന്ന് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. തള്ള ഇങ്ങോട്ടല്ലേ പറഞ്ഞത്? തള്ളച്ചേനെ കണ്ടില്ല. അയ്യോ കളവായി. അയ്യോ തേഞ്ഞ്. അപ്പൂപ്പയും വരണുണ്ട് വയസ്സ്. അപ്പൂപ്പ എങ്ങോട്ടാണ് പോണത്? അയ്യോ 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 അയ്യോ. ഇല്ല കുഴപ്പമില്ല. അപ്പൂപ്പ സെക്യൂരിറ്റി മുറിയിലോട്ടാണ് പോയത്. അതിനൊരു സെക്യൂരിറ്റിക്ക് CCTV ക്യാമറയാണ് അപ്പൂപ്പൻ ചെക്ക് ചെയ്യണത്. ഈ ക്യാമറയാണ് ഇപ്പൊ ചെക്ക് ചെയ്യണം അപ്പൂപ്പൻ.
നമ്മളിപ്പോ കാണാൻ പറ്റി അപ്പൂപ്പന്. നമ്മളെ കണ്ടില്ല അപ്പൂപ്പൻ. അപ്പൂപ്പൻ വന്നാ? ഹായ് അപ്പൂപ്പ. ദോ വരണം അപ്പൂപ്പൻ. അപ്പൂപ്പൻ കീഴപ്പന് കണ്ണ് കാണാം. ആ കണ്ണ് കണ്ടുകൂടാ. കണ്ണ് കാണാം. കണ്ണ് നല്ലത്തെ കാണാം. കണ്ണ് കണ്ടുകൂടാ. ഓക്കെ. അപ്പൂപ്പ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ബോ അപ്പൂപ്പ അവിടെ അലറിയിട്ട് പോയിട്ടുണ്ട്. വെപ്പൺ കീട്ടിരുന്നെങ്കിൽ തള്ളച്ചീനെ അപ്പൂപ്പനെ ഒറ്റ വഴിയിൽ തീർക്കായിരുന്നു. വെപ്പൺ കീ. ഓക്കെ, വെപ്പൺ കീ ഇല്ലെങ്കിലും ഇത് മതി. പക്ഷെ രണ്ടുപേരും വന്നാൽ തേഞ്ഞിട്ടും ഗൈസ്. ആരെങ്കിലൊക്കെ വരും. അപ്പൂപ്പൻ വരുമ്പം ഫസ്റ്റ് ചെയ്യേണ്ടത് വെടിവെക്കുക, കീ എടുക്കുക. ഓ തള്ളയാണ് പറഞ്ഞത്. തള്ള വന്നിട്ട് പോയി പേടിച്ച്. ഗ്രാനി ഇവിടെ ഉണ്ട്. ഗ്രാനിക്ക് ഭയങ്കര പേടി. ഗ്രാനി എമോതാ. അയ്യോ ആ എമോക്ക് കിട്ടി. അയ്യോ അപ്പൂപ്പനെ അങ്ങനെ ജസ്റ്റ് മിസ്സിൽ അടിച്ചിട്ടിട്ടുണ്ട്. ഇനി അപ്പൂപ്പൻ്റെ മാല എടുക്കണം. ഓക്കെ, മാല എടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ നോക്കില്ല, സേഫ്റ്റി കിട്ടുന്നേ കൊള്ളായിരുന്നു. ആ ഡോർ ഹാൻഡിൽ ആവശ്യമുണ്ട്. ഡോർ ഹാൻഡിൽ ഈ സെക്യൂരിറ്റിക്ക് ഇവിടെ ഇട്ടിരിക്കുക. ഗ്രാൻഡ് പേര് അടുത്ത് കിടക്കണം, അത്ര സേഫ് അല്ല. ഇതേ സേഫ്റ്റിക്ക് വേണ്ടി തുറന്നിട്ടിരിക്കാം. ഹാൻഡ് വീലാണിത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അറിയാതെ എന്തോന്ന് വേറെ ഏതോ ഒരു പേരാണ് പറഞ്ഞത്. ഓക്കെ, വെപ്പൺ കിട്ടി. നമുക്കെല്ലാം പെട്ടെന്ന് ചെയ്യാം. വെപ്പൺ എടുത്തുകൊണ്ട് കുറച്ച് വെപ്പൺ തുറക്കാം. എല്ലാം പെട്ടെന്ന് ചെയ്താൽ എല്ലാം പെട്ടെന്ന് തന്നെ ജയിക്കും. ഇവിടെ കട്ടിങ് പ്ലേസ് വേണം, അതെനിക്കറിയാം. ഇവിടെ എല്ലാം തുറന്ന് നോക്കാം. അടുത്ത് നമുക്ക് ഗ്രാനി 1 ഞാൻ കളിക്കുന്നതായിരിക്കും. കാരണം ഗ്രാനി 1 ഞാൻ എസ്കേപ്പിങ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്നും ഡോർ എസ്കേപ്പാണ് ചെയ്യണത്. എന്നെങ്കിലും ഞാൻ ഈ എസ്കേപ്പും കൂടി ചെയ്യും. ഹെലികോപ്റ്റർ എസ്കേപ്പും ബോട്ടിക്ക് ആവശ്യമില്ല. ഹെലികോപ്റ്റർ എസ്കേപ്പും ബോട്ട് എസ്കേപ്പ് എന്തെങ്കിലും ഞാൻ ചെയ്യുന്നതായിരിക്കും. തുറന്നിട്ടുണ്ടെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ ഇരുന്നിട്ടുണ്ട്. ഓക്കെ, വെപ്പൺ കിട്ടിയിട്ടുണ്ട്. ഇനി കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമുക്കിനി ആവശ്യമുള്ളത് നമുക്കിനി കട്ടിങ് പ്ലേസും കൂടി കിട്ടിയ എസ്കേപ്പ് ആവും. കട്ടിങ് പ്ലേസും കൂടി കിട്ടിയ എസ്കേപ്ഡ്. തള്ളച്ച് എണീക്കാൻ സമയം എന്തോ. ഓ തള്ളച്ച് പോണ്. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് പോ, ചായ കുടിക്കാം. ഇങ്ങോട്ട് വാ. തള്ളച്ച് വരുന്നുണ്ട്. രണ്ടിനും കൊടുത്തിട്ടുണ്ട് ഗൈസ്. രണ്ടിനും ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ടൈമിങ് സീനായിരുന്നു ഗൈസ്.
ഒരടിയിൽ തന്നെ 2 എണ്ണത്തിനെ കൊന്നിട്ടുണ്ട്. അത് സൂപ്പറായിരുന്നു ഗൈസ്. 2 എണ്ണത്തിന് കറക്റ്റ് ഷോൾഡറിൽ തന്നെ കിട്ടി. നമുക്കിനി ഒരു ഗൺ സേഫ്റ്റിക്ക് നമ്മൾ മറ്റേ സെക്യൂരിറ്റി മറ്റേ റൂമിൽ കൂടി കൊണ്ടിടേണ്ടി വരും. കാരണം അഥവാ നമ്മൾ അവിടെ വല്ല നിൽക്കണമെങ്കിൽ കട്ടിംഗ് പ്ലേസ് ഇട്ട് നമുക്കിനി എസ്കേപ്പ് ആവാം ഗൈസ്. എസ്കേപ്പ് ആവാം ഗൈസ്. ഫൈനലി 2 പേരെ വെച്ചിട്ട് ഞാൻ എസ്കേപ്പ് ആവാൻ പോവുകയാണ്. വലിയ ഓവർ കോൺഫിഡൻസ് കാണിക്കണ്ട, കാരണം സാധനങ്ങൾ എവിടെ വെച്ചെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല. പെട്ടെന്ന് പോയി എല്ലാം ചെയ്താൽ എല്ലാം എളുപ്പമായിരിക്കും. നമുക്കേ ഇനി പാഡ്ലോക്ക് കീയും കൂടി വെച്ചാൽ എസ്കേപ്പ് ആവും. ഇത് പെട്ടെന്ന് വയ്ക്കാൻ പറ്റാമില്ലല്ലോ. ഓക്കെ, ഇത് വെച്ചിട്ടുണ്ട്, ഡോർ ഹാൻഡിൽ വെച്ചിട്ടുണ്ട്. ഇനി ഹാൻഡ് വീൽ എടുക്കണം. ഓക്കെ, ഇത് ഹാൻഡ് വീലല്ലേ? ഓക്കെ, ഹാൻഡ് വീൽ എടുത്തിട്ട് ഓടിച്ചെന്ന് അടിയിൽ ഓടിപ്പോണം. ഇതൊന്നും ഓടാൻ പറ്റില്ല ഗൈസ്. ഗൈസ് അവിടെ ഡക്ട് ടേപ്പ് കിടക്കണേ, അതിപ്പോൾ എവിടെ വന്നത്? ഞാൻ എവിടെ പോണത് ഗൈസ്? ഓക്കെ, ഹാൻഡ് വീൽ എടുത്ത് കറക്കിയിട്ടുണ്ട് ഗൈസ്. അവരൊന്ന് ഇങ്ങോട്ട് വിളിച്ചാലാ? തള്ളച്ചീനി വരാൻ 2 മണിക്കൂർ എടുക്കുമല്ല, പറ്റിക്കും മനുഷ്യനെ. ഗ്രാനി പെട്ടെന്ന് വാ ഗ്രാനി. ഗൈസ് അപ്പം ഗ്രാനി വണ്ണ് കളിക്കുന്നതായിരിക്കും കേട്ടാ ഗൈസ് അടുത്ത വീഡിയോയിൽ. തള്ളച്ച് വരാത്തെന്ത്? ഒരു വരണില്ല ഗൈസ്. നമ്മൾ വെളിയിറങ്ങുമ്പോൾ എല്ലാം വന്നാൽ തീർന്ന്. നമുക്കിനി പാഡ്ലോക്ക് കിട്ടി, എല്ലാ സാധനങ്ങളും കിട്ടി. നമ്മളിനി കൊണ്ട് വയ്ക്കേണ്ടത് പാഡ്ലോക്കിയും പിന്നെ ക്രോൾ ബാർ ഉണ്ട്, അത് പൊളിക്കണം. അത്രയും ചെയ്താൽ എസ്കേപ്പ് ആവും. ഓക്കെ ഗൈസ്, ഓക്കെ 2 രണ്ടിൻ്റെ സമയമായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഓക്കെ 2 രണ്ടിക്ക് സമയമായിട്ടുണ്ട്. നടക്കണ ശബ്ദം കേൾക്കാം ഗൈസ്. അയ്യോ, തള്ള കണ്ട്. തള്ള കറങ്ങി കളിച്ച് മുകളിൽ പോകാന്ന് വിചാരിച്ച അപ്പൂപ്പൻ കാണും. ഡേ 1 രക്ഷപ്പെടാൻ തോന്നി. കുഴപ്പമില്ല ഗൈസ്, നമ്മളുടെ ഇതിൽ ഉറപ്പായിട്ട് രക്ഷപ്പെടും, അത് ഉറപ്പാണ്. ഈ തള്ളച്ചിക്ക് 2 പണിയും കൊടുക്കും ഞാൻ. വെടി വയ്ക്കണം ഗൈസ് തള്ളച്ചിനെ, ബിരിയാണീനെ. നമുക്കിവിടെ ശബ്ദമാക്കിയിട്ട് ഓടാം. ബുള്ളറ്റൊക്കെ ലോഡായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ബുള്ളറ്റ് ലോഡാക്കി വെച്ചിട്ടുണ്ട് അവിടെ. ഓടിപ്പോയി സെക്യൂരിറ്റി റൂമിൽ പോയിട്ട് അവിടെ ശബ്ദം ഉണ്ടാക്കണം. അപ്പം 2 അവിടെ വരും. ഇവിടെ ഒളിച്ചിരിക്കാം ഗൈസ്. അപ്പൂപ്പൻ പോയിട്ടുണ്ട്, അപ്പാപ്പൻ പോയിട്ടുണ്ട് ഗൈസ്. ഗ്രാനി പോണില്ല. അപ്പൂപ്പൻ കീറി വിളിക്കുന്നുണ്ട് കോന്ന്. ഹായ് അപ്പൂപ്പ, ഞാൻ പോണേ. നമുക്ക് നാളെ വല്ലതും കാണാം. നമുക്ക് ഇങ്ങോട്ട് വരണമെന്ന് നോക്കട്ടെ ആദ്യം. അപ്പൂപ്പൻ വന്നില്ല. അപ്പൂപ്പൻ ചിലപ്പോൾ ഇങ്ങോട്ട് വരൂലായിരിക്കും. വരും. അയ്യോ അയ്യോ,
ചുമ്മാ വടിയെടുത്ത് അടു വാങ്ങണോ ഗൈസ്? ഇപ്പോൾ തള്ളച്ചി വന്നിട്ടുണ്ട് ഗൈസ്, ശബ്ദം കേൾക്കണം. ഇവിടെ സേഫാണ്. അയ്യോ ഓടട്ട്. ഈ രണ്ട് ഇപ്പൊ സൈഡിലെല്ലാം കണ്ണുണ്ടെന്നോ കേട്ടോ ഗൈസ്? ഞാൻ ഇവിടെ നിൽക്കുന്നത് എല്ലാരും കാണുന്നു. അത് എന്റെ അശ്രദ്ധയാണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഉറപ്പായിട്ടും നമ്മൾ എസ്കേപ്പ് ചെയ്യും ഗൈസ്. എന്ത് വരാത്ത രണ്ടും? ഞാനിവിടെ ഉണ്ട് ഗ്രാനി, ഞാൻ ഇവിടെ ഉണ്ട്. കണ്ണ് കണ്ടൂടെ? അയ്യോ 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 അയ്യോ, ഞാനിപ്പോ വരുമല്ല. വന്നില്ല ഗ്രാനി വരാത്തുണ്ട്. ആ വരണുണ്ട്, അപ്പൂപ്പൻ വരണുണ്ട്. അപ്പൂപ്പൻ പോയി, തള്ള പോയില്ല. അപ്പൂപ്പ എന്തോന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൂപ്പ എന്തോ പോണ്. ഓ വേറെ അപ്പൂപ്പ ഹായ് അപ്പൂപ്പ. പോയാ അപ്പൂപ്പൻ? ഇതാണ് നമ്മളെ ബോട്ട്. അയ്യോ ഇവിടെ ആരുമില്ല. ഇവിടെ ആരുമില്ല. ഞാൻ എന്തിനു ഡോർ അടയ്ക്കണ? പറഞ്ഞില്ല. എന്താണ് ഇവരുടെ പ്രശ്നം? എൻ്റെ അടുത്ത് വല്ല വിരോധമുണ്ടോ ഇവർക്ക്? ഇവര് വന്നാലേ എനിക്ക് പോകാൻ പറ്റുമോ? ആ രണ്ടും പറഞ്ഞുണ്ട്, രണ്ടും. ഇത് പറ്റിയ സമയമാണ്, പറ്റിയത്. ഞാൻ ഡ്രോവറൊന്നും തുറന്നു നോക്കണം. എന്തിനാ? എല്ലാ സാധനവും കിട്ടിയല്ലോ, ശബ്ദമൊക്കെ ഉണ്ടാക്കി പോവാം. ഓ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ഗ്രാനിനെ ഇപ്പൊ സീക്കാക്കി കാണിച്ചു തരാം. ഹൈഡ് ആൻഡ് സീക്ക് വാ ഗ്രാനി, ഇനി കളിക്കാം ഹൈഡ് ആൻഡ് സീക്ക്. വാ ഇങ്ങോട്ട് വാ, ഗ്രാനി, ഹൈഡ് ആൻഡ് സീക്ക് കളിക്കേ. ആർക്കും വേണ്ടേ ഹൈഡ് ആൻഡ് സീക്ക്? വാ അപ്പൂപ്പനെ കൂടി വിളിച്ചോണ്ടാ ഗ്രാനി. അപ്പൂപ്പുണ്ടെങ്കിൽ ഒരു ഗുമ്മുണ്ട്. അതൊക്കെ തെറിച്ചു. അപ്പൂപ്പൻ വാ. അതഞ്ഞ് നിന്റെ അപ്പനകത്ത് കൊണ്ടില്ലേ? അയ്യോ ഓക്കെ. അപ്പൂപ്പൻ ചീറ്റിംഗ് ആണ് കേട്ടോ ഗൈസ്. അപ്പൂപ്പ ഒന്ന് പോയി തരുമോ? കറുത്ത ക്യൂടെക്സ് ഇട്ടോണ്ട് വന്നോളൂ അപ്പൂപ്പൻ. അപ്പൂപ്പൻ ചെരുപ്പിട്ടിട്ടുണ്ടോ? സെക്യൂരിറ്റി മുറിയിലോട്ട് തന്നെ പോണുണ്ട്.
പണിയായിപ്പോയത്. ഗൈസ് ഡേ 3 ആയിട്ടുണ്ട്. ഇത് ഉറപ്പായിട്ട് ഞാൻ കൊടുക്കും ഗൈസ്. 2 പേരുള്ളതുകൊണ്ടാണ് ഇത്ര പാട്. എന്നാലും കുഴപ്പമില്ല ഗൈസ്, നമുക്ക് കൊടുക്കാം. സീനില്ല വേറെ. ടൈമിങ് തെറ്റിപ്പോയി, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്കിനെ പതുക്കെ ചെയ്താൽ മതി ഗൈസ് എല്ലാ കാര്യങ്ങളും. ഒരു ധൃതിയും ഇല്ല. ഓവർ കോൺഫിഡൻസ് കാണിച്ചുകൊണ്ടാണ് ഗൈസ്. അങ്ങ് അപ്പൂപ്പൻ്റെ ബാക്കിയകത്ത് പോയെന്നാണ് ഞാൻ വെടിവെച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം പറ്റിയത്. വീണ്ടും ഇപ്പം അപ്പൂപ്പ തള്ളമുണ്ട്. ഓടിപ്പോട്ടാ ഗ്രാനി. ഇപ്പം ഞാൻ കൊണ്ടുവരാം ഗ്രാനിക്കുള്ള ബറോട്ട ഇറച്ചി. ഇപ്പം കൊണ്ടുവരാം. ഇപ്പം നമുക്ക് ശബ്ദം ഉണ്ടാക്കാതെ പോകാം ഗൈസ്. അപ്പം നമുക്ക് വേറെ അറിയൊന്ന് ഗ്രാനി, ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ ബുള്ളറ്റ് എടുത്തോട്ടെ കേട്ടാ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പം മനസ്സിലാവും ഞാൻ ആരെന്ന്. അപ്പൂപ്പൻ്റെ സ്ഥലമാണ് ഗൈസ് ഇത്. ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. ആരും പറഞ്ഞില്ല ഗൈസ്. ആരും പറഞ്ഞില്ല. രണ്ടിനും കൊടുത്തിട്ടുണ്ട്, രണ്ടിന്. ഓക്കെ ഗൈസ്, സ്ക്രോൾ ബാർ എടുത്തു. ഇനി പാഡ്ലോക്ക് വച്ചത് എവിടെയെന്ന് ഓർമ്മ ഉണ്ടോ ഗൈസ്? പാഡ്ലോക്ക് എവിടെയായിരുന്നു? ഇവിടെ ആവാൻ ചാൻസ് ഇല്ല. പക്ഷെ പാഡ്ലോക്ക് എവിടെയാണെന്ന് ഞാൻ കണ്ടത്? ഇവിടെ ഹെലികോപ്റ്റർ കീ. ഇവിടെ ഒന്നുമില്ല. അതെന്താണ്? ഗ്ലാസ് യൂസ് ആവശ്യമില്ല. ഇതാണോ? ഇവിടെ അല്ല. ഗൈസ് ഇവിടെ പാഡ്ലോക്ക് കീ. പ്ലീസ് ഗീവ് മീ പാഡ്ലോക്ക് കീ. ഇവിടെ ഒരു കുന്തോ ഇല്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അതെവിടെയാണെന്ന്? നല്ല പാഡ്ലോക്ക് ഞാൻ എവിടെ കൊണ്ട് കളഞ്ഞ്? ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ലേ? എവിടെ ഗൈസ്?
കിട്ടിയില്ല. പക്ഷെ അപ്പൂപ്പൻ്റെ അമ്മ വരെ സമയമായി. ഹാങ് ആണോ വർക്കാവത്താണോ പറഞ്ഞൂടാ. കുഴപ്പമില്ല ഗൈസ്, സമയമുണ്ട് നമുക്ക്, സമയം. ഈ മുകളിൽ എവിടെയാണ് എന്നാലും എവിടെയായിരുന്നത്? എവിടെയാ ഞാൻ വച്ച? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. രണ്ടുപേരും പോണുണ്ട്, അല്ല വരാനുണ്ട്, സോറി. അപ്പൂ മാത്രമേ വന്നുള്ളൂ. ആ ഗ്രാനി പറഞ്ഞുണ്ട്. ഓക്കെ, ഈ ഗ്യാപ്പിൽ നമ്മൾ അമ്മ മടിച്ച അപ്പൂപ്പനെ. അപ്പൂപ്പൻ കിടന്ന് കീറി വിളിക്കണം. ഓ ഇപ്പൊ ഐസിയിലാക്കാം, വാ ഗ്രാനി. അപ്പൂപ്പ വന്നിട്ട് പ്രത്യേകതരം ഒരു ഇടിമിന്നൽ തന്നെ ഇപ്പൊ ഉണ്ടായി. അല്ല മറ്റേതൊക്കെ ഇവിടെ ഉണ്ട്. ഗ്രാൻഡിൽ നമ്മൾ ഐസിയിലാക്കുമെന്ന് പറഞ്ഞ് ആക്കിയിരിക്കുക. ഗ്രാൻഡിൽ ഐസിയിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടു, നമ്മൾ ഐസിയിലാക്കി കൊടുത്തു. ഗ്രാനി എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ സാധിച്ചു കൊടുക്കണം, നമ്മളെ കടമയല്ലേ ഗൈസ്. എന്നാലും അത് എവിടെയായിരുന്നു? ഒരു മിനിറ്റ്. യെസ് യെസ്, യോ എവിടെ? ഓക്കെ ഗൈസ്, ഓക്കെ, ഓടിപ്പോട്ടെ, ഓടിപ്പോണം. ഇപ്പൊ ഡേ 4 ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഓടി വന്നിട്ടുണ്ട്. ഓക്കെ, 3, 2, 1 ലെറ്റ്സ് ഗോ. അങ്ങനെ ഗ്രാനിയും ഗ്രാൻഡ് ഉള്ള മോഡിൽ എസ്കേപ്പ് ആയിട്ടുണ്ട് ഗൈസ്. ഫൈനലി ഗ്രാൻഡ് കാറ് കിടക്കുന്നുണ്ട്, പക്ഷെ കാർ എസ്കേപ്പ് ഇതിലില്ല. രണ്ടുപേരും നോക്കുന്നുണ്ട് ഞാൻ എവിടെ പോയെന്ന്. അപ്പൂപ്പൻ പാവാണ് ഗൈസ്, ഇതില് ഗ്രാനിയാണ് ഡേഞ്ചർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.